ക്രിസ്തുവേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശക്തമായ ചോദ്യങ്ങളിലൊന്നാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഉൽപ്പത്തി 18:14. 90 വയസ്സുള്ള സാറയും 100 വയസ്സുള്ള അബ്രഹാമും തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് അസാധ്യമെന്ന് കരുതി ചിരിച്ചു. എന്നാൽ മനുഷ്യൻ അസാധ്യമെന്ന് മുദ്ര കുത്തുന്നിടത്താണ് ദൈവം തന്നെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. ദൈവം ഈ പ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. അബ്രഹാമിൻ്റെയും സാറയുടെയും വാർദ്ധക്യമോ ശരീരത്തിൻ്റെ പരിമിതികളോ ദൈവത്തിന് ഒരു തടസ്സമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഡോക്ടർമാർ കൈവിട്ട രോഗാവസ്ഥയോ സാമ്പത്തികമായ തകർച്ചകളോ എന്തുമാവട്ടെ, ദൈവത്തിന് അത് പരിഹരിക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 18:14 ദൈവം പറയുന്നു, ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന്. ദൈവത്തിന് ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അബ്രഹാമിന് 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വാഗ്ദത്ത പുത്രനായ ഇസ്ഹാക്കിനെ ലഭിച്ചത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നു എന്ന് തോന്നുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ സമയം എന്നും കൃത്യമാണ്. ഇവിടെ സാറ ആദ്യം സംശയിച്ച് ചിരിച്ചു. എന്നാൽ ദൈവം ആ ചിരിയെ സന്തോഷത്തിൻ്റെ ചിരിയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസത്തിൻ്റെ ചിരികളെ മാറ്റി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാൻ നാം തയ്യാറാകണം. ഇസ്ഹാക്കിൻ്റെ ജനനം പ്രകൃതി നിയമങ്ങൾ പ്രകാരം അസാധ്യമായിരുന്നിട്ടും സാറ പ്രസവിച്ചു. ചെങ്കടലിൻ്റെ വിഭജനം, മുന്നിൽ കടലും പിന്നിൽ ശത്രുക്കളും ഉണ്ടായിരുന്നിട്ടും ദൈവം വഴിയൊരുക്കി. സാമ്പത്തിക പ്രതിസന്ധികളിലോ തകർന്ന ബന്ധങ്ങളിലോ പ്രത്യാശയില്ലാതെ നിൽക്കുന്നവർക്ക് ഈ വചനം ഇന്നും ഒരു വലിയ ഉറപ്പാണ്. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ മുൻപിലുള്ള പ്രശ്നം എത്ര വലുതായാലും അവയൊന്നും ദൈവത്തേക്കാൾ വലുതല്ല. അസാധ്യമെന്ന വാക്ക് ദൈവത്തിൻ്റെ നിഘണ്ടുവിലില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കായി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം തൻ്റെ സമയത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന ചോദ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. കർത്താവെ, അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും രോഗങ്ങളിലും തകർച്ചകളിലും അങ്ങയുടെ കരം നീട്ടണമേ. വിശ്വാസക്കുറവ് കൊണ്ട് ഞങ്ങൾ ചിരിച്ചുപോയ നിമിഷങ്ങൾ ക്ഷമിക്കണമേ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സമയത്ത് നിറവേറണമേ. അബ്രഹാമിൻ്റെയും സാറയുടെയും അനുഗ്രഹിച്ചതുപോലെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.